ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടമ്മമാർക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ എട്ടുകാലി, പാറ്റ, പല്ലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മളെ വീട്ടിൽ നിന്നല്ല നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറപ്പിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടിപ്സുകളാണെന്ന് പറയാൻ പോണത് കേട്ടോ. നമ്മുടെ വീട്ടിൽ പാറ്റകളൊക്കെ കൂടുതലായിട്ടും വരുന്നൊരു സ്പോട്ടാണ് നമ്മുടെ സിങ്കിൻ്റെ ഹോള്, അതുപോലെ തന്നെ ഷെൽഫുകളൊക്കെ അല്ലേ. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൂത്രമാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്, സോഡാപ്പൊടി, അതായത് നമ്മുടെ അപ്പക്കാരം എന്നൊക്കെ പറയുമല്ലോ, ഇതാണ് കേട്ടോ വേണ്ടത്. ഇത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ കുറച്ചെടുത്തിട്ട് നമ്മളെ സിങ്കിൻ്റെ ആ ഒരു ഹോളുണ്ടല്ലോ, ആ ഹോളിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്മെല്ല് അവറ്റങ്ങൾക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ലടിച്ച് അവറ്റകൾ വരില്ല. നമുക്കിതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഫീൽ ചെയ്യില്ല, പക്ഷേ അവറ്റങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാറ്റകൾ വരുന്നത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പോകും. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. രാത്രിയാണ് കൂടുതലും പാറ്റകൾ പുറത്തേക്ക് വരുന്ന ഒരു ടൈം. അപ്പോൾ ഇങ്ങനെ രാത്രി നമുക്ക് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ തന്നെ നമ്മളെ വാഷ് ബേസിനിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഈ ഹോളിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എവിടെയൊക്കെയാണോ പാറ്റ വരുന്ന ആ ഒരു സ്പോട്ടുകളുള്ളത് അവിടെയൊക്കെ നമുക്ക് കുറച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പാറ്റകളെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഇത് ട്രൈ ചെയ്യാനായിട്ട് നമ്മൾ പുതിയ ബേക്കിംഗ് സോഡ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം. അപ്പോൾ എക്സ്പയർ ആയതോ ആവാറായതോ ഒക്കെ ഉണ്ടാവില്ല, നമുക്ക് കളയാൻ വേണ്ടി വെച്ചേക്കുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞേരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. പിന്നെ നമ്മുടെ വീട്ടിൽ ഈ പല്ലി, അതുപോലെ തന്നെ എട്ടുകാലി, ഉറുമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു സ്പോട്ടാണ് നമ്മളെ ജനൽ. ജനൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കിച്ചൻ്റെ ജനലായിക്കോട്ടെ, നമ്മളെ റൂമിൻ്റെ ആയിക്കോട്ടെ, ഏത് ജനലായാലും അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സൂത്രമാണ് പറയാൻ പോണത്. ഈ പാറ്റ, പല്ലി, എട്ടുകാലി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് നമ്മളെ ഈ ജനലിൻ്റെ ഭാഗങ്ങളിലൊന്നും കാണില്ല, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്കിതിനായിട്ട് വലിയ റിസ്ക് ഒന്നുമില്ല, വലിയ പൈസ ചിലവുള്ള കാര്യമൊന്നുമല്ല. ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവരും വീട്ടിലുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. നമ്മളെ കറുവപ്പട്ടയുടെ പൊടിയാണ്, അതായത് സിനമൺ പൗഡറാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ സിനമൺ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള കറുവപ്പട്ട ഉണ്ടല്ലോ, കറുവപ്പട്ട ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ജനലിൻ്റെ ഭാഗത്തോ എവിടെയൊക്കെയാണ് പല്ലികളും ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ ആ ഭാഗങ്ങളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലും അതുപോലെ തന്നെ പല്ലി വരാൻ ചാൻസ് ഉള്ള എല്ലാ സ്പോട്ടിലും നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാറ്റ, പല്ലി, ഉറുമ്പ്, എട്ടുകാലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓടിപ്പോയിക്കോളൂ കേട്ടോ. പിന്നെ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു സൂത്രമാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ വറ്റൽ മുളക്, അതായത് ഉണക്കമുളക് എന്നൊക്കെ പറയും. അപ്പോൾ ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുക. നമുക്ക് അധികം റിസ്ക്കുമില്ല, അധികം പൈസ ചിലവുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഈ പല്ലിയൊക്കെ വരാൻ ചാൻസ് ഉള്ള ജനലിൻ്റെ ഭാഗങ്ങളിലും പിന്നെ എവിടെയൊക്കെയാണോ വരുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് മുളകൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ മുളകിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ വിറ്റങ്ങളൊക്കെ ഓടിപ്പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഈ 3 ടിപ്സും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റിലൂടെ അറിയിച്ചോളൂ കേട്ടോ. ഇതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പൈസ ചിലവോ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ് ഞാനിന്ന് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനായിട്ട് ആരും മറന്നു വരുത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ടിപ്സുകൾ, റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്